Good afternoon. Good afternoon, Good Miss. afternoon, ma'am. Good afternoon, miss. Good afternoon, Miss. Good afternoon all. നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് മാത്തമാറ്റിക്കൽ ഏരിയയിലെ കുറച്ച് ബോർഡ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ? ഓർമ്മയുണ്ടോ? Yes, ma'am. ഓക്കേടാ. അപ്പോ അതിലെ ലാസ്റ്റ് ഒരു ബോർഡും കൂടി ഞാൻ പ്രസന്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ ഞാൻ ഇന്നൊരു ഹാഫ് അവർ ആ ഒരു ബോർഡ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ശ്രുതി ടീച്ചറിന്റെ ക്ലാസ് 1 അവർ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ക്ലിയർ ആണോ? 3 o'clock വരെയും ഇന്ന് ക്ലാസ് ഉണ്ട്. സോ ഫസ്റ്റ് ഹാഫ് അവർ ഞാൻ ക്ലാസ് എടുത്തിട്ട് നെക്സ്റ്റ് 1 അവർ അശ്വതി ടീച്ചർ ആയിരിക്കും. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? 3 o'clock വരെയും ക്ലാസ് ഇരിക്കണോണ്ട് ഓക്കെ ആണോ? ഓക്കെ. നമ്മള് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഡിവിഷൻ ബോർഡാണ്. കാണാൻ പറ്റുന്നില്ല അല്ലെ? ഒരു മിനിറ്റ് ഞാൻ 1 മിനിറ്റ്. ഓക്കെ. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതാണ് ഡിവിഷൻ ബോർഡ്. 1 to 10 വരെ ഉണ്ട്. ഇവിടെ നമ്പേഴ്സ് പ്ലേസ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്, ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. സോ നമുക്ക് നമ്പേഴ്സ് ഉണ്ട്, നമ്പർ ഉണ്ട്, എല്ലാ നമ്പേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? നമ്പേഴ്സ് കാണുന്നുണ്ടല്ലോ? ഓക്കെ, നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. 10 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. മിസ്സേ, ക്ലാസ് തുടങ്ങിയിട്ട് ഒരുപാട് സമയമായോ? ഇല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇവിടെ. എന്ത് ചെയ്യും സഫിയ? നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ബീറ്റ്സ് ആണ്. ഇവിടെ ബീറ്റ്സ് അവൈലബിൾ ആണ്. ഇത് ബീറ്റ്സ് ആണ്, റെഡ് കളറിലെ ബീറ്റ്സ് ആണ് ഡിവിഷൻ ബോർഡിലുള്ളത്. ഇത് ഇവിടെ പ്ലേസ് ചെയ്യണം. ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, 8 divided by 2. ഓക്കെ, എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത്? 8 divided by 2 എന്നാണ്. സോ ഞാൻ ഈ ഒരു സംഭവം ഇവിടെ നിന്ന് 2ലേക്ക് പ്ലേസ് ചെയ്യും. ഓക്കെ, 2ലേക്ക് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് 2ലേക്ക് തന്നെ പ്ലേസ് ചെയ്യണം. ഓക്കെ അല്ലെ? എന്നിട്ട് എന്റെ കയ്യിൽ ഞാൻ 8 ബീറ്റ്സ് കൗണ്ട് ചെയ്തെടുക്കും. എത്ര ബീറ്റ്സ് എടുക്കും? 8 ബീറ്റ്സ് കൗണ്ട് ചെയ്തെടുക്കും. നോക്കിയോ? 1 2 3 4 5 6 7 8. ഇപ്പൊ എത്ര ബീറ്റ്സ് ഉണ്ട് ഇതില്? 8 beats. 8 ബീറ്റ്സ്. ഓക്കെ, ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? അലോക്കേറ്റ് ചെയ്യാണ്. ഇവിടെ 8 divided by 2 ആണ്. ഞാനിവിടെ 2ഉം പ്ലേസ് ചെയ്തു. 2 ഡിവിഷന്റെ ഏതാണോ ഡിവൈഡ് ചെയ്യേണ്ടത് 2 ഇവിടെ പ്ലേസ് ചെയ്യണം. 8 divided by 2. ഞാൻ എത്ര ബീറ്റ്സ് എടുത്തു? 8 ബീറ്റ്സ് എടുത്തു. 2 പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 2 ഇത് കൊടുത്താൽ മതി. ഇവിടെ വരെ നമ്മൾ കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ബീറ്റ്സ് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം? നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോ നമുക്ക് എത്ര റോ വന്നിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എത്ര റോ വന്നിട്ടുണ്ടെന്ന്? സോറി, ഞാനത് ക്യാമറയുടെ ഒരു ഡിഫിക്കൽറ്റീസ് കൊണ്ട് ഞാൻ മാറ്റിയതാണ്. എത്ര റോ വന്നിട്ടുണ്ട് ഇപ്പോ? 4. ആൻസർ 8 divided by 2 എത്രയാണ്? 4. ഓക്കെ, ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് നെക്സ്റ്റ് ആണ് 10 divided by 5 ആണ് കേട്ടോ. ഞാൻ ബീറ്റ്സ് ഒക്കെ എടുക്കാണ്ട്. ബീറ്റ്സ് നമ്മള് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കുട്ടികള് അത് മേ ബി അവര് എന്താ പറയാ, കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. മുതിർന്ന കുട്ടികളാണ് നമ്മൾ ഏത് ഡിവിഷൻ ബോർഡും മൾട്ടിപ്ലിക്കേഷൻ ബോർഡും ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബീറ്റ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ 10 divided by 2 എന്നാ പറഞ്ഞത്, 5 എന്നാ പറഞ്ഞത്. ഓക്കെ, എത്ര പറഞ്ഞത്? 10 divided by 5. ഇത് എവിടേക്കാ പ്ലേസ് ചെയ്യേണ്ടത്? 5 എന്ന് പറയുന്ന നമ്പറിലേക്ക്. 1 2 3 4 5. ഓക്കെ, 5 വരെയും പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്റെ കയ്യിലുള്ള 10 ബീറ്റ്സ് ഞാൻ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാണ്. ഓക്കെ, അവിടെ വരെ മതിയല്ലോ, 5 വരെയാണ് ആദ്യം. ഓക്കെ, എത്ര റോ വന്നിട്ടുണ്ട് ഇപ്പോ? 2. അപ്പൊ 10 divided by 5 എത്രയാണ് ആൻസർ? 2.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എത്രയാണ്? 9 ഡിവൈഡഡ് ബൈ 3 എന്നാണ്. ഒരു ബീറ്റ്സ് മാത്രം കേട്ടോ. 9 ഡിവൈഡ് ബൈ 3 ആണ്. സോ ഞാൻ 3 എടുത്ത് വെച്ചില്ല. ഇടയ്ക്ക് നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും നമുക്ക് വീണ്ടും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് മെറ്റീരിയൽസ് കേട്ടോ. അതുകൊണ്ട് നമ്മളിത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം. 3 ആണ് ഈ പ്ലേസ് ചെയ്തിരിക്കുന്നത്. 9 ബീറ്റ്സ് എടുത്തു. 9 ബീറ്റ്സ് എന്റെ കയ്യിലുണ്ട്. പിന്നെ 3ലേക്ക് അത് പ്ലേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് അലോക്കേറ്റ് ചെയ്തോട്ടെ. ഇനി നേരെ തന്നെ അലോക്കേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. 3 വരെയും കൊടുക്കാം. ദെൻ ഈ പോയിന്റ് ഉള്ള ഡിവിഷൻ നമ്മൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കേണ്ട. പോയിന്റ്സ് വരുന്നത് ഇതിൽ കാണിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ പോയിന്റ്സ് ഉള്ളത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ എത്ര റോ വന്നിട്ടുണ്ട്? ഓക്കെ, ഞാൻ 3 ഡിവൈഡ് ബൈ 10 ആണെന്ന് വിചാരിക്കും. സോറി, 10 ഡിവൈഡ് ബൈ 3 എന്നായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു ബീറ്റ്സും കൂടി ബാലൻസ് വന്നാണ്. സോ ഇവിടെ 3 പോയിന്റ് സംതിങ് വരും. 3.33 എന്നുള്ള ഒരു പോയിന്റ് വരും. അത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട. നമ്മൾ പഠിപ്പിക്കുന്നില്ലല്ലോ. പോയിന്റ്സ് ഉള്ള ഡിവിഷൻ ഒരു എന്താ പറയാ, നമ്മള് എന്താ പറയാ, മോണ്ടിസോറി കുട്ടികളുടെ ഏജിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല കേട്ടോ പോയിന്റ്സ് ഉള്ളത്. പക്ഷെ നമുക്ക് പോയിന്റ്സ് ഉള്ളതും ഈ ബോർഡ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായില്ല അല്ലെ? ഡിവിഷൻ മനസ്സിലായി? ഡിവിഷൻ മനസ്സിലായി. പോയിന്റ്സ് ഉള്ള ഡിവിഷൻ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, ജസ്റ്റ് ഇപ്പൊ ഇത് 10 ഡിവൈഡ് ബൈ എത്രയാണ് 3 ആയിരുന്നെങ്കിൽ ഈ ഒരു ബീറ്റ്സ് ബാലൻസ് വരും. ആ ഒരു ബീറ്റ്സ് ഞാൻ ഇവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ ഇവിടെ വരാണെങ്കിൽ അത് 5.5 ആയിരിക്കും. ദെൻ ഇപ്പുറത്തായിരുന്നെങ്കിൽ അത് 0.5 എബോവ് ആണ്. വരില്ല, ഇവിടെ വരില്ല. ഇവിടെ വരായിരുന്നെങ്കിൽ 5, ഇവിടെ ആയതുകൊണ്ട് 3, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ പോയിന്റ് താഴെ 5-ന് താഴെ ആയിരിക്കണം ഈ സൈഡിൽ വരാണെങ്കിൽ. ജസ്റ്റ് ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് പോയിന്റ്സ് ഇല്ലാത്ത ഡിവിഷൻ ആണ് കൂടുതൽ കംഫർട്ടബിൾ കേട്ടോ. ഓക്കെ, നമുക്ക് നിങ്ങൾ ഇനി ഓരോ ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ ഞാൻ അനുസരിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, പറയോ ഡിവിഷന്റെ ക്വസ്റ്റ്യൻസ്? 6 divided by 2. ഓക്കെ, 6 ഡിവൈഡ് ബൈ 2. 2 എന്ന് പറയുന്ന കാർഡ് ഞാൻ പ്ലേസ് ചെയ്യാണ്. ഞാൻ 2 എന്ന് പറയുന്ന ഇതും വെച്ചിട്ടുണ്ട്. ദെൻ ഞാൻ 6 ബീറ്റ്സ് കൗണ്ട് ചെയ്തെടുക്കാണ്. 1 2 3 4 5 6 ബീറ്റ്സ് കൗണ്ട് ചെയ്തെടുത്തു കേട്ടോ. ദെൻ പ്ലേസ് ചെയ്യാണ്. 1 2 3 4 5 6. ഓക്കെ, ഈ റോ കൗണ്ട് ചെയ്തേ. 3 row. ഓക്കെ, കറക്റ്റ് അല്ലേ? കുട്ടികൾ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് ഡിവിഷൻ അവര് ഭയങ്കര ഈസി ആയിട്ട് തന്നെ പഠിക്കും. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ബോർഡല്ലേ കുറച്ചും കൂടി നല്ലത് ഡിവിഷൻ ബോർഡിനേക്കാളും. ഏത് ബോർഡ് ഇഷ്ടമായത്? മൾട്ടിപ്ലിക്കേഷൻ. എനിക്കതാ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചോദിച്ചേണ്ട. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ടോ? 9 divided by 3. 15 ഡിവൈഡ് ബൈ 3. 15 ഡിവൈഡ് ബൈ 3. ഓക്കെ, 3ലേക്ക് ഞാനത് പ്ലേസ് ചെയ്തു. ഞാൻ 15 ബീറ്റ്സ് എടുക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, ഞാൻ 15 ബീറ്റ്സ് എടുത്തു. ഞാനത് പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ആൻസർ എത്രയാണ്? 5. ഓക്കെ, ക്ലിയർ ആണല്ലോ? മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ക്ലിയർ അല്ലേ? യെസ് മിസ്. സോറി, ഡിവിഷൻ ബോർഡ്. അപ്പൊ ഞാൻ എടുത്ത ബോർഡ്സ് എല്ലാം ക്ലിയർ ആണോ? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി ഒരു മിനിറ്റ്, ഈ ബോർഡൊക്കെ നമുക്ക് കളർ ചേഞ്ച് വരുത്താൻ പറ്റും? അത് ഇതിൽ ഇങ്ങനെ ഈ
ഈ ബോർഡിന് ഇന്ന കളറാണെന്നുള്ള ഇതാണോ? കോഡ് പക്ഷെ നമ്മൾ എന്താ മിസ്സേ? ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു കോഡ് ഉണ്ട്. ഡിവിഷൻ ബോർഡ് യെല്ലോ, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ഗ്രീൻ തീം. അത് കുട്ടികൾക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണല്ലോ കളറുകൾ, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ സ്വയമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കളറ് പ്രിഫർ ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കളറ് ചെയ്തോട്ടാ. ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കും ചോദിച്ചതല്ലേ. ഓക്കെ, ഞാൻ ഇത് മാറ്റാം ട്ടാ. ഓക്കെ, നമ്മളിപ്പോ ഏതൊക്കെ ബോർഡ്? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. 4 ബോർഡുകൾ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഈ 4 ബോർഡും നിങ്ങൾക്ക് എന്ന് വരുമ്പോ പ്രാക്ടിക്കൽസിന് വരുമ്പോ സ്വയം ചെയ്യാനായിട്ട് പറ്റില്ലേ? പ്രാക്ടിക്കലിന് കുറെ കുട്ടികൾ വരില്ല ടീച്ചറെ. MT6ഉം MT7ഉം വരില്ല. അപ്പൊ എല്ലാവർക്കും കൂടി കുറച്ച് മെറ്റീരിയൽ അല്ലേ ഉള്ളൂ. അപ്പൊ എങ്ങനെ എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റും? അറ്റ് എ ടൈം നമുക്ക് ഒരു മെറ്റീരിയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടീമിന് അറ്റ് എ ടൈം ഒരു മെറ്റീരിയൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ 17 മെറ്റീരിയൽസ് ഉണ്ട്. ഒറ്റ ടൈമിൽ 17 ഗ്രൂപ്പായിട്ടൊന്നും തിരിക്കില്ലല്ലോ. ഒരു ഗ്രൂപ്പ് ഓഫ് 8 മെമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് അത് വരുന്നത്. ഗ്രൂപ്പ് ഓഫ് 8 മെമ്പേഴ്സ് ആണ് വരുന്നത്. എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് അലോക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ സ്ഥല പരിമിതിയിലൊരു ഡൗട്ട് ഉണ്ട്. എല്ലാവരുടെയും കമ്പൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്. വേറെ ഡൗട്ട് ഒന്നുമില്ല. കാരണം മേ ബി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഈ മെറ്റീരിയൽസ് വന്നു 9:30 ആവുമ്പോഴേക്കും 10 o'clock 9:30 ആവുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ആവും. സോ ആദ്യം വരുന്നവര് ഫസ്റ്റ് ഓരോ മെറ്റീരിയൽസ് ചെയ്യും. അവര് ആ ഒരു പ്ലേസിൽ അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ആദ്യം ചെയ്യാം. അത് കഴിയുമ്പോൾ അവർ കൊണ്ടുവന്ന ആ പ്ലേസിൽ അത് വയ്ക്കും. നെക്സ്റ്റ് സ്റ്റുഡൻസ് അടുത്ത മെറ്റീരിയൽ. അങ്ങനെ 17 മെറ്റീരിയൽസ് ഒക്കെ റൗണ്ട് ചെയ്ത് വരുമ്പോഴേക്കും മിക്കവാറും 3 o'clock ഒക്കെ ആവും സാധാരണ രീതിയിൽ. ഓക്കെ, എല്ലാവർക്കും ചെയ്യാനായിട്ട് അവസരം ഉണ്ടാവും. കാരണം എല്ലാവർക്കും മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. കാരണം ഞങ്ങൾ ക്ലാസ്സുകൾ കാണാറുള്ളതാണ്. MT1ഉം 3ഉം കമ്പൈൻഡ് ആയിട്ടാണ് ചെയ്തത്. ആ സമയത്തും എന്താ പറയാ, ഒത്തിരി മെറ്റീരിയൽസ് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും മറ്റേ ടൈം എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ കണ്ടക്ട് ചെയ്യാറുള്ളതാണ് കേട്ടോ. നമ്മൾ പേടിക്കേണ്ട, നിങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മള് ഇനി നിങ്ങൾ ഒരു ഡൗട്ട് ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കണില്ല. ഇല്ല മിസ് പോയി തോന്നുന്നല്ലോ. സോറി കേട്ടോ, റേഞ്ച് ഇഷ്യൂ ആണ്. 1 മിനിറ്റ്. എന്തൊരു ഡൗട്ട് ചോദിച്ചില്ലേ? അവിടെ വരെ ഞാൻ കേട്ടു. മിസ്സേ, ശനിയാഴ്ച ആയ കാരണം ചിലപ്പോ കുട്ടികളും വരുന്നുണ്ടാവേ. അപ്പൊ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവോ? അത് പുറത്ത്? പുറത്തല്ല, അകത്തുണ്ട്. നമുക്ക് ഓഫീസ് റൂമില് നമുക്ക് ഗസ്റ്റിന് ഇരിക്കേണ്ട സ്ഥലമുണ്ട്. അവിടെ എത്തിക്കോളാം കേട്ടോ. ഓക്കെ ഓക്കെ. എത്ര ഏജ് ഉള്ള കുട്ടിയാ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അപ്പൊ അമ്മയുടെ ഒപ്പം മെറ്റീരിയൽസ് ചെയ്ത് നോക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ലേ? ആ ചെയ്യില്ലെങ്കിൽ ആളെയും കൊണ്ട് ചെയ്യിച്ചോട്ടെ. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് മെറ്റീരിയൽസ് ചെയ്ത് നോക്കാൻ പറയണം കേട്ടോ, കൂടെ ഉണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ. നമ്മളിൽ പലരും തലേദിവസം വന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ ക്ലാസ്സിൽ കയറാനാണ് വിചാരിക്കുന്നത്. അപ്പൊ ഈ ഫുഡ് ലഞ്ച് നമ്മൾ കൊണ്ടുവരണം എന്നല്ലേ പറയുന്നത്? അപ്പൊ അതെനിക്ക് അറിഞ്ഞോടാ. നിങ്ങളില്ലേ? ഓക്കെ, 1 മിനിറ്റ്, ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്തിട്ട് പറയാം.
ജോസ്മി, രശ്മി. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ആവുമ്പോ പറയാം കേട്ടോ. മൂവിങ് ആൽഫബറ്റ്സ് ഏതെങ്കിലും ടീച്ചേഴ്സ് പ്രസന്റ് ചെയ്തോ? ഇല്ല. നമ്മളിനി നോക്കുന്ന മെറ്റീരിയൽസിന്റെ പേര് മൂവിങ് ആൽഫബറ്റ്സ് എന്നാണ്. ആൽഫബറ്റ്സ്, മൂവിങ് ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് മൂവിങ് ആൽഫബറ്റ്സ് കേട്ടോ. ഓക്കെ, ഓക്കെ, എല്ലാ ആൽഫബറ്റ്സും കാണാൻ പറ്റുന്നില്ല, പക്ഷെ എല്ലാ ആൽഫബറ്റ്സും അതിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് മൂവിങ് ആൽഫബറ്റ്സ് ആണ്. നമുക്ക് വേർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ റെഡ് കളറാണ് സാധാരണ ആൽഫബറ്റ്സിന്. ബ്ലൂ കളർ ഏതൊക്കെയാ നോക്കി? എ, ഇ, പിന്നെ ഒ. വോവൽസ് ആണ് കളറാണ് കേട്ടോ. വവൽസ് സെപ്പറേറ്റ് കളറാണ്. വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മൂവിങ് ആൽഫബറ്റ്സ് എന്ന് പറയാൻ കാരണം തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എക്ക് എന്താ പ്രത്യേകത? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ? ഓപ്പോസിറ്റ് ആണോ കാണുന്നത്? ബ്ലൂ കളർ വവലാണ്. ഓക്കേടാ. ഇതിപ്പോ ക്യാറ്റ് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സി കുറച്ചും കൂടി ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നത്, എന്റെ ഭാഗത്ത് തിരിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്? ഓക്കെ, ഓക്കെ. അപ്പൊ ഇത് മൂവിങ് ആൽഫബറ്റ്സ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് വേർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വലിയ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഒന്നിൽ കൂടുതൽ പെയേഴ്സ് ഉണ്ട്. 7 ഉണ്ട്. ഇതെല്ലാം വുഡന്റെ തന്നെയാണോ ടീച്ചറെ? ഇതൊക്കെ വുഡൻ പീസാണ് കേട്ടോ. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം വുഡൻ പീസാണ് മെയിൻ ആയിട്ട്. അപ്പൊ മൂവിങ് ആൽഫബറ്റ്സ് മനസ്സിലായില്ലേ? നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പേരും അതേപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് അവർക്ക് അറിയാവുന്ന വേർഡുകളും ക്രിയേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ. ഓരോ ബോക്സിലും എത്രണ്ണം ഉള്ളത്? 10 ഓരോന്നിലും 10 പീസാണ് തോന്നുന്നുണ്ട്. നോക്കട്ടെ, കൗണ്ട് ചെയ്തിട്ടില്ല. 10 പീസാണ് ഉണ്ടാവേണ്ടത് കേട്ടോ. ഇതിപ്പോ ക്യാരി ചെയ്തിട്ട് എന്താ പറയാ, ചെറുതായിട്ടൊക്കെ മാറി കിടക്കാണ്. ഓരോന്നിനും അതിൻ്റെതായ പ്ലേസ് ഉണ്ട്. ഇപ്പൊ ആൽഫബറ്റ്സ് ABC എന്നാണെങ്കിൽ ഇവിടെ ABC എന്ന് എഴുതിയിട്ടുണ്ട് എല്ലാത്തിലും. അത് വേണമെങ്കിൽ കാണിച്ചിട്ട് ഏതാണ്? ജി ആണ്. ഓക്കെ, ജി എന്നുള്ള അക്ഷരം അതിൽ കാണുന്നുണ്ടോ? നിങ്ങള് കാണാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നമ്മളങ്ങനെ കുട്ടികളെ കൊണ്ട് മിക്സ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത് മിക്സ് ചെയ്ത് എല്ലാരും പുറത്ത് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് ഓർഡറിൽ അത് അറേഞ്ച് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, മൂവിങ് ആൽഫബറ്റ്സ് കഴിഞ്ഞു. മാത്തമാറ്റിക്കൽ ഏരിയയില് എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ കണ്ടോ എന്ന് ഞാൻ ചോദിക്കാം. മെറ്റീരിയൽസിന്റെ പേരുകൾ ചോദിക്കാം. നിങ്ങൾ കണ്ടോ എന്ന് പറയണോ കേട്ടോ. നമ്മള് ബോർഡ്സിനാണ് നമ്മൾ നോക്കി. നമ്പർ റോഡ്സും കാർഡ്സും നോക്കിയോ? നമ്പർ റോഡ്സ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്. പിന്നെ ടവർ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ പിന്നെ ഏതായിരുന്നു? ജോമെട്രിക്കൽ സോളിഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? ഷേപ്സ്. ഓക്കെ, പിന്നെ ഏതായിരുന്നു? നമ്പർ. വേറെന്തൊക്കെ മെറ്റീരിയൽസ് കാണിച്ച മാത്തമാറ്റിക്കൽ ഏരിയയിലാണ്?
നമ്പർ റോഡ്സ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് അല്ലെ. ബീഡ്സ് പിരമിഡ്. ബീഡ്സ് കാണിച്ചു. ബീഡ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിവിഷൻ എങ്ങനെയാണെന്നൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോറി, മൾട്ടിപ്ലിക്കേഷനും അഡീഷനും നമ്മൾ ബീഡ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1 minute കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മെറ്റീരിയൽസ് ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രാക്ടിക്കൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, മെറ്റീരിയൽസ് ഒക്കെ ചെയ്ത് നോക്കാം. ഓരോരുത്തർ ചെയ്ത് കഴിയുമ്പോൾ മെറ്റീരിയൽസ് അവിടെ തന്നെ പ്ലേസ് ചെയ്യാം. അടുത്ത സെക്ഷൻ അവിടെ എടുത്തോളും. നിങ്ങൾ ഓരോ മെറ്റീരിയൽസ് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ചെയ്യുന്നത്, അതേപോലെ അതിന്റെ എന്താ പറയാ, അത് റെക്കോർഡ് ചെയ്ത് നോട്ടിൽ എഴുതിയെടുക്കണം കേട്ടോ. കേട്ടോ, ഏതൊക്കെ മെറ്റീരിയൽസ് ചെയ്തു എന്നുള്ളത്. ഇപ്പൊ 17 മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ആ 17 മെറ്റീരിയൽസ്, 20 ആണെങ്കിൽ 20 മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യാം, നോട്ടിൽ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ മിസ്സേ, ഈ ഫ്രെയിംസ് ഉണ്ടല്ലോ, ഫ്രെയിംസ് ഉണ്ടാക്കാൻ പറഞ്ഞത്. ഫ്രെയിംസ് ഫ്രെയിംസ് ഇന്നലെ ആതിര മിസ് 5 കാണിച്ചത്. അതായത് ബട്ടൺ ഫ്രെയിം, ബക്കിള്, ലേസ്, വെൽക്രോ. നമ്മൾ 8 ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് 5 ഫ്രെയിംസ് ആണ്. ബാക്കിയുള്ളത് 8 ഫ്രെയിംസ് ടോട്ടൽ ഫ്രെയിംസ് ആണ് കേട്ടോ. നമ്പർ ഓഫ് ടൈംസ് 2 ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ബാക്കി ക്ലോത്ത് മാത്രം പോരാ? ക്ലോത്ത് ഇതിൽ നമ്മുടെ ഫ്രെയിമിൽ അറ്റാച്ച് മാറ്റാൻ പറ്റും. അല്ല, ഞാൻ ഉണ്ടാക്കിയ ഫ്രെയിമിലും അത് ഊരി എടുത്തിട്ട് എനിക്ക് മാറ്റാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ മതി. ഫ്രെയിമില് ഇത് അറ്റാച്ച് നമുക്കത് എന്ത് ചെയ്യാം, മാറ്റി അടുത്ത ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റും. അതില് ഇതിന്റെ നെറ്റ്സ് ഒക്കെ ഉണ്ട്, അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫ്രെയിം മാറ്റിക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഇത് കാണിച്ചോ? ഏതാണ്, ടച്ചിങ് ടാബ്ലെറ്റ്സ് കാണിച്ചോ? സാൻഡ് പേപ്പറിന്റെ ആണോ മിസ്? സാൻഡ് പേപ്പറിന്റെ കാണിച്ചോ? കാണിച്ചിരുന്നു. ഫ്രീ റൈറ്റിംഗ് ബോർഡ്സ് കാണിച്ചോ? കാണിച്ചു. പ്രിന്റ് ടവർ, ബ്രൗൺ സ്റ്റെയർ കാണിച്ചു. ഏകദേശം എല്ലാവരുടെയും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്രൗൺ സ്റ്റെയർ ഉപയോഗിക്കുമ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല. അതെന്താ സംഭവം? അതെന്തിനാ വേണ്ടിട്ടാ? അത് ഇന്ന് എനിക്ക് തോന്നുന്നു അശ്വതി ടീച്ചർ ഒന്നും കൂടി കാണിക്കുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബ്രൗൺ സ്റ്റെയർ നമുക്ക് 11 എന്താ പറയാ സോളിഡ്സ് ആണ് ഉള്ളത്. അത് മിസ് കാണിക്കും തോന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ MT6 കണ്ടിട്ടില്ല തോന്നുന്നുണ്ട്. ബ്രൗൺ സ്റ്റെയർ കണ്ടോ? ഇന്നലെ ഓക്കെ, കാണിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. അതിന്റെ യൂസ്ഫുൾ എന്താണെന്നാണ് ചോദിച്ചത്. നമുക്ക് 10 സ്റ്റെയർസ് ആണ്. കൗണ്ടിങ് പഠിപ്പിക്കാം. നല്ല ബ്രൗണിങ് കളറാണ്, ഭയങ്കര അട്രാക്റ്റീവ് ആണ്. കുട്ടികൾ ചോക്ലേറ്റിന്റെ ഇല്ലേ, ഡാർക്ക് ചോക്ലേറ്റിന്റെ ഒക്കെ കളറാണ്, അപ്പൊ അട്രാക്റ്റീവ് ആണ്. പിന്നെ കൺട്രോൾ ഓഫ് എറർ, നമുക്കത് ഓർഡർ തെറ്റി അറേഞ്ച് ചെയ്താലും ഒരു സ്റ്റെയർ പോലെയാ പോകുന്നത്. നമുക്കത് മിസ്റ്റേക്ക് വന്നാൽ അത് നമുക്കത് മാറ്റി റീപ്ലേസ് ചെയ്ത് നമുക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പിങ്ക് ടവറും അതേപോലെ തന്നെ ബ്രൗൺ സ്റ്റെയറും കൂടി കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ഓരോ രീതിയിൽ ഓരോന്നും ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ എന്ത് ചെയ്യാം, കൂടുതൽ അത് സെർച്ച് ചെയ്ത് നോക്കാം. പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയർ കോമ്പിനേഷൻ നോക്കാം. അതേപോലെ തന്നെ പിങ്ക് ടവർ ബ്രൗൺ സ്റ്റെയറിന്റെ യൂസേജ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. അതിനേക്കാളും മുമ്പ് റെക്കോർഡ് ക്ലാസ്സുകൾ, ഈ മെറ്റീരിയൽസിന്റെ എല്ലാ റെക്കോർഡ് ക്ലാസ്സും ഒന്നും കൂടി റിവൈസ് ചെയ്ത് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ എത്ര പ്രാവശ്യം ആ മെറ്റീരിയൽസ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും എത്ര പ്രാവശ്യം നമ്മളത് ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ചിലപ്പോൾ നമ്മളത് മിസ്റ്റേക്ക് പറ്റിപ്പോകും. ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തു നിന്നായാലും മേ ബി നിങ്ങൾ ട്രെയിൻ ചെയ്താലും നിങ്ങൾക്കും മേ ബി അത് മിസ്റ്റേക്ക് പറ്റും. സോ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു കൺട്രോൾ ഓഫ് എറർ സംഭവിക്കുന്നത്. ത്രൂ പ്രാക്ടീസിലൂടെയാണ് അത് മാറുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു അവസരമാണ് ആ ഒരു പ്രാക്ടീസിന് വരാന്നുള്ളത്. ഓക്കെ, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ.